തന്റെ മക്കൾ 12 ആടുമാടുകൾ മേയും കാലം പല ദിവസം തന്നരികത്തു പാർക്കുന്നു 2 മക്കൾ പാലനവ്യൗസക്കും തമ്പീപനിയമ്മയും സ്വപ്നക്കാരൻ പയ്യനെ ബാവായ്ക്കൻ എന്തൊരിഷ്ടം സ്വപ്നത്തിൻ്റെ ചരിതം നാട്ടിലും പാട്ടായി മാറി ശൂന്യമായി 10 മക്കളിൽ കൗശത്തിനോട് പാടാതെ മൂലം പാവായി കേടം കണ്ടു മക്കളും അങ്ങു ചിത്തേ നിനച്ചുറച്ചു പാരാതെ കൊൽക വേണം സ്വപ്നക്കാരൻ പയ്യനെ ആടുമേറ്റുവാൻ പോകും നേരം അവരവനെ കൈകാലുകളും കെട്ടിപ്പൊട്ട കിണറ്റിലിട്ടു പിന്നെ മനസ്സലിഞ്ഞു പൊക്കി പുറത്തെടുത്തു കൊല്ലാതെ കൊള്ളക്കാത്തു വിറ്റും വെച്ചങ്ങു പോയി അന്നവർ പൊത്തിപ്പരന് വിറ്റല്ലോ പൊത്തിപ്പരന് വീട്ടില് വേലയ്ക്കായവൻ നിന്നല്ലോ പൊത്തിപ്പരന് ഭാര്യയോ അവന് മുഖമൊടത്തിയേ പാവത്തെ വിട്ട് ഓടിയേ ആധിയൊടന്ന് മാറിയേ കോപത്തോടവൾ കൂകിയേ യൗസത്തിൽ നിന്ന് ദ്രോഹിച്ചേ കേട്ടുടനെ പാഞ്ഞെത്തി പൊത്തിപ്പറും പിന്നെ വൈകാതവനെ കാരാഗ്രഹയടച്ചു അക്കാലം രാജാവും കണ്ടേറ്റം വിചിത്ര സ്വപ്നത്തിനർത്ഥം ആരും നൽകാതെ വന്ന നേരം പാനപാത്രവാഹകൻ യൗസേപ്പിൻ കാര്യം ചൊല്ലി കൺമുന്നിൽ തുറക്കുന്നേ തുറക്കുമ്പോഴവനെത്തുന്നേ വിറയ്ക്കും കാറ്റിന്റെ മുമ്പിലായി കുപ്പിട്ടവരിൽ വീഴുമ്പോൾ അമ്പ പുലകൻ താങ്ങുന്നേ തന്നുള്ളിൽ നിൽക്കുന്ന സ്വപ്നമോതുന്നേ ഓതുമ്പോൾ ഒരു കാതല് മോദമോടവനോതുന്നേ തെളിഞ്ഞവനെ രാജനധിപനാക്കി ഒരു കാലം കൊണ്ട നാട്ടിൽ എല്ലായിടത്തും തൊട്ടുള്ള ധാന്യം എല്ലാവരും ശേഖരിച്ചു 7 വർഷം കഴിഞ്ഞു ക്ഷാമം ഇഴഞ്ഞു വന്നു ഈജിപ്തൊഴികെയുള്ള നാടും ദരിദ്രമായി ദേശക്കാർ ഈജിപ്തിലേക്ക് ഓടുന്നേ കൊച്ചുകളും ബാവയ്ക്ക് പാവനക്ക് തിന്നിട്ട് യാക്കോബിന്റെ മക്കളും ഈജിപ്തിലേക്ക് ഓടുന്നേ സോദരനെ കണ്ടപ്പോൾ യൗസേപ്പിൻ നെഞ്ചു കാളിയെ കൂവൻ പോലും യൗസേപ്പിനെ വെല്ലുവിളിയറിഞ്ഞില്ലതോ സോദരനൊരു ശോധന നൽകുവനവനാശിച്ചു ആദ്യ കലകളോടൊപ്പം വെള്ളിക്കപ്പുമങ്ങിട്ടല്ലോ പിന്നാലെ ചെന്നതങ്ങു പിടിച്ചല്ലോ
സഹിച്ചു യോസേപ്പിൻ മുമ്പിലെത്തി കുട്ടി കരഞ്ഞുകൊണ്ട് സോദരനേറ്റു ചൊല്ലി സ്വയം പ്രിയ